വെൽക്കം ബാക്ക് ടു നാറ്റ് ഡെമി. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടൻസിയിലെ അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററുകളിൽ നിന്നുള്ള മീൻസ് അത് നമുക്ക് 2-3 ചാപ്റ്ററുകളായിട്ടാണ് നമ്മൾ ആ ഒരു പോർഷൻ മുഴുവനായിട്ട് നമ്മൾ പഠിക്കുന്നത്. സോ അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് വരാവുന്ന ചില ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്നത്തെ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിതിന് മുമ്പുള്ള ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ, സോൾ പ്രോപ്പർട്ടർഷിപ്സിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ബട്ട് എന്നാലും നമ്മളൊന്ന് അത് പറഞ്ഞു പോവാണ്. നോൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സേവനം മാത്രം മുന്നിൽ കൊണ്ട് മീൻസ് അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല, അവർ സർവീസ് പ്രദാനം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻസ് ആണ്. സോ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മീൻസ് സ്ഥാപനങ്ങൾ അല്ലെ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, ഇതൊക്കെ എന്താണ് നമുക്ക് NPOകൾക്ക് നമുക്ക് എക്സാമ്പിളാണ്. NPO എന്ന് പറയുന്നത് ഇതിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവർക്കും എന്ത് വേണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും എന്തറിയേണ്ടതായിട്ടുണ്ട്, അവരുടെ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നതിൽ അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള എത്രത്തോളം ചെലവുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനങ്ങൾ എന്ത് സംഘടിപ്പിക്കാറുണ്ട്, ചില കൾച്ചറൽ പ്രോഗ്രാംസുകൾ, അതുപോലെ തന്നെ ചില ക്ലബ്ബുകളാണെന്നുണ്ടെങ്കിൽ ക്ലബിൻ്റെ കീഴിൽ മറ്റു ചില റിലീഫ് പ്രോഗ്രാമുകൾ, ഇവയൊക്കെ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്കുകൾ ഇവർക്ക് അറിയൽ അനിവാര്യമാണ്. സോ അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ ഈ കണക്കുകൾ സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു സാധനമാണ് ഇത് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഈ ഒരു ക്ലബ്ബുകളിലൊക്കെ നമ്മൾ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്ന സമയത്ത് മെമ്പർഷിപ്പ് ഫീ ആയിട്ട് നമുക്ക് വേറെ വരുന്നുണ്ട്. ബട്ട് അതിന് പുറമെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലബിലോട്ട് കൈമാറുന്ന ഒരു സംഖ്യയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഓരോ ഇയർലി കൊടുക്കുന്നുണ്ട്. സോ അത് ആണ് ഈ ഒരു NPOകളുടെ മീൻസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത്. മാത്രമല്ല ഇവർ ട്രേഡിംഗ് കൺസേൺ അല്ലല്ലോ, ഇവരെന്ത് ചെയ്യുന്നില്ല, ഇവർ കച്ചവടം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനമാണ് ഇവരുടെ ഏറ്റവും വരുമാനം ഇവർക്ക് കൂടുതൽ ലഭിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ചർച്ച ചെയ്യാം. നമുക്കിതിൽ വരുന്നൊരു MCQ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. സോ ഒന്നാമത്തേത്, വാട്ട് ഡിഫൈൻസ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇതിൽ താഴെ തന്നിട്ടുള്ളതിൽ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒന്നാമത്തേത്, എൻറ്റിറ്റീസ് ഫോക്കസ്ഡ് ഓൺ മാക്സിമൈസിങ് പ്രോഫിറ്റ് ഫോർ ഷെയർ ഹോൾഡേഴ്സ്. നെക്സ്റ്റ് B എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ് ഫോർമഡ് ഫോർ പർപ്പസ് അതർ ദാൻ മേക്കിംഗ് എ പ്രോഫിറ്റ്. ആൻഡ് C എന്ന് പറയുന്നത് എൻറ്റിറ്റീസ് പ്രിമിയർലി എൻഗേജ്ഡ് ഇൻ സ്റ്റോക്ക് ട്രേഡിംഗ്. ആൻഡ് D എന്ന് പറയുന്നത് കമ്പനീസ് സോൾലി ഡ്രൈവൺ ബൈ മാർക്കറ്റ് കോമ്പറ്റീഷൻ. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ B ആണ്. എന്താണ്, ഓർഗനൈസേഷൻസ് ഫോർമഡ് ഫോർ പർപ്പസ് അതർ ദാൻ മേക്കിംഗ് എ പ്രോഫിറ്റ് അല്ലേ, ലാഭം ഉണ്ടാക്കുക എന്നല്ലാതെ അതിനപ്പുറം എന്താണ് അതിനപ്പുറമുള്ള ഒരു ലക്ഷ്യത്തോടനുബന്ധിച്ച് ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഈ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് NPO. താഴെ പറയുന്നതിൽ ഏതാണ് NPOയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ A എന്ന് പറയുന്നത് റിലയൻസ് ഓൺ മാക്സിമൈസിങ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. നെക്സ്റ്റ് ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് കൂട്ടുന്നതിന് കൂടുതൽ റിലേ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. പിന്നെ ഗവർണൻസ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ആണ് അതിന് ഗവേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോക്കസ് ഓൺ അച്ചീവിങ് എ മിഷൻ റാദർ ദാൻ മേക്കിംഗ് എ പ്രോഫിറ്റ്. ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, മീൻസ് പ്രോഫിറ്റ് നേടുന്നതിനുപരി ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആബ്സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസിയുടെ അല്ലെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ സുതാര്യത അതിന്റെ ഒരു കുറവ്. ഇത്തരം 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഇവിടെ എന്താണ്, ഫോക്കസ് ഓൺ അച്ചീവിങ് മിഷൻ റാദർ ദാൻ മേക്കിംഗ് എ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് അപ്പുറത്തോട്ട് എന്ത് ചെയ്യാണ്, ഓരോ മിഷനിൽ അച്ചീവ് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ അതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഫണ്ടിങ് ഫോർ നോട്ട് ഫോർ
നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതായത് NPOകളുടെ പ്രൈമറി ഫണ്ടിങ് സോഴ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ നമുക്ക് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ആണ്. അല്ല, നമുക്ക് ആദ്യം മനസ്സിലാക്കാം അല്ലേ, ഇവർക്ക് സെയിൽ ഇല്ല. നെക്സ്റ്റ് ഗവൺമെന്റ് സബ്സിഡീസ് ആണ്. C1 സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. D ഷെയർ ഹോൾഡർ ഡിവിഡൻഡ് ആണ്. സോ ഇവിടെ 4 കൊടുത്തിട്ടുള്ളതിൽ നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ഉള്ളത് ഏതാണ്? ഗവൺമെന്റ് സബ്സിഡീസ് ആണ് അല്ലെ, ഗവൺമെന്റ് നൽകുന്ന സബ്സിഡീസ് ആണ്. നേരെ മറിച്ച് ഇതിൽ ഒരു സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആ ഒരു രീതിയിലോട്ട് ആൻസറുകൾ മാറ്റേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. സോ ഇതിൽ ആ ഒരു കാര്യങ്ങൾ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നമുക്ക് ആൻസർ വരുന്നത്? നമുക്ക് ഗവൺമെന്റ് സബ്സിഡീസ് ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. Then the fourth one, the control of non trading concern rest in the hand of dash, അതായത് the control of non trading concern അല്ലെ, നോൺ ട്രേഡിംഗ് കൺസേണിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇതിൽ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. A എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ്, B എന്ന് പറയുന്നത് മാനേജിംഗ് ഏജൻസ് ആണ്, C ഗവേണിംഗ് ബോഡി ആണ്, D പ്രൊമോട്ടേഴ്സ് ആണ്. അതിന് ആൻസർ വരുന്നത് ഗവേണിംഗ് ബോഡീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു നോൺ ട്രേഡിംഗ് ട്രേഡേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, if the debit side of receipt and payments account exceeds the credit side, it represents. നമ്മൾ ഇതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ തയ്യാറാക്കാറുള്ളത്. സോ അതിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ത് ചെയ്യാണ്? ക്രെഡിറ്റ് സൈഡിനെ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിനെ എക്സീഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അമൗണ്ടിനെ എന്ത് പേരിലാണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് A എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ്, B എന്ന് പറയുന്നത് സർപ്ലസ് ബാലൻസ്, ആൻഡ് C എന്ന് പറയുന്നത് ക്യാഷ് അറ്റ് ബാങ്ക്, D എന്ന് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റ്. ഓക്കെ, അപ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? നമ്മുടെ ക്യാഷ് അറ്റ് ബാങ്ക്, നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ബാലൻസിനെയാണ് നമ്മൾ ആ ഒരു അമൗണ്ട് അതിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഡെഫിസിറ്റ് ബാലൻസ് ക്യാൻ ബി ഷോൺ ഇൻ എ ബാലൻസ് ഷീറ്റ് ആസ്. ഡെഫിസിറ്റ് ബാലൻസുകൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഒന്ന് ലയബിലിറ്റി ആയിട്ടാണ്, ആൻഡ് B എന്ന് പറയുന്നത് അസറ്റ് ആയിട്ടാണ്. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? അസറ്റ്. പിന്നെ C എന്ന് പറയുന്നത് ഓണേഴ്സ് ഇക്വിറ്റി ആണ്. D എന്ന് പറയുന്നത് നൺ ഓഫ് അതേഴ്സ് ആണ്, നൺ ഓഫ് ദ അബോവ് ആണ്. സോ നമുക്ക് ആൻസർ വരുന്നത് നമ്മൾ ഇതിനെ അസറ്റ് ആയിട്ടാണ് നമ്മളതിനെ ആ ഒരു ഭാഗത്തിൽ കാണിക്കുന്നത് എന്നുള്ളത്. അസറ്റ് സൈഡിലാണ് നമ്മളതിനെ കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് ഇനി ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ഭാഗമാണ് എന്ത്? കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. സോ ഇത് നിങ്ങൾക്ക് ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഈസ് സബ്സ്ക്രിപ്ഷൻ ആൻഡ് ഹൗ ഈസ് ഇറ്റ് കാൽക്കുലേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ ഒന്നാമത്തെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നതാണ് ഇറ്റ്സ് റെഫേർഡ് ആസ് എ സോഴ്സ് ഓഫ് ഇൻകം അല്ലെ, ഒരു ഇൻകം സോഴ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്സ്ക്രിപ്ഷനെ നമ്മൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലബിലുള്ള ഒരു ക്ലബ്ബ് ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലുള്ള എല്ലാ മെമ്പേഴ്സും ഓരോ വർഷം ആ ഒരു അതിൽ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ വർഷം കിട്ടുന്ന സമയത്ത് ചിലരെന്ത് ചെയ്യും? നമുക്ക് നേരത്തെ പേയ്മെന്റ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ, 2-3 വർഷത്തിൽ നേരത്തെ ഒന്നായിട്ട് അടക്കുന്നവരുണ്ടാവും. ചിലർ 2-3 വർഷമായിട്ട് പെൻഡിങ് അടക്കുന്നവരുണ്ടാവും. ചെയ്ത് തീർത്ത് മീൻസ് പൈസ തന്നതുണ്ടാവില്ല അല്ലെ, അവിടെ പെൻഡിങ് അടക്കുന്നുണ്ടായിരിക്കും. ചിലർ കറക്റ്റ് ആ ഒരു അമൗണ്ട് കറക്റ്റ് ആ ഒരു വർഷം തരുന്നവരുണ്ടാവും. ഇങ്ങനത്തെ 3 ടൈപ്പ് ആളുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം ഫണ്ടുകളെ അതല്ലാന്നുണ്ടെങ്കിൽ ചിലരെന്ത് ചെയ്യും? പിന്നെ ഈ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇപ്പോൾ 2-3 വർഷം ഇയാൾ തരാനുണ്ട്. സോ ഇയാൾ എന്ത് ചെയ്തു? ഈ ഒരു വർഷം എന്ത് ചെയ്തു? കഴിഞ്ഞ വർഷത്തെ അമൗണ്ട് തന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് അമൗണ്ടുകൾ നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന കേസിൽ നമുക്ക് ഒരു വർഷം നമ്മൾ ഈ ഒരു റെസിപ്റ്റ് ഈ ഒരു വർഷം സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ മാത്രം നമുക്ക് ഇതുപോലത്തെ ഒരുപാട് അമൗണ്ടുകൾ വരും. അപ്പോൾ ഇതിനൊക്കെ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരു വർഷത്തെ കൃത്യമായിട്ടുള്ള വരവും ചെലവും മാത്രം ആ ഒരു കറക്റ്റ് വർഷത്തിലേത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന സമയത്ത് അല്ലേ. നമ്മൾ അക്രൂവൽ കൺസെപ്റ്റാണ് ഇവരും ഫോളോ ചെയ്യുന്നത്, NPO അക്രൂവൽ കൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു വർഷം കിട്ടാനായതും അതുപോലെ തന്നെ ആ വർഷം കിട്ടിയതും കിട്ടാനായതൊക്കെ എന്ത് ചെയ്യും? അതുപോലെ തന്നെ കൊടുത്തതും കൊടുക്കാനായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇവർ ആ ഒരു വർഷം തന്നെ രേഖപ്പെടുത്തും അക്രൂവൽ ബേസിസ് ആയ കാരണത്താൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ്റെ കൃത്യമായിട്ടുള്ള അമൗണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെത്തുന്ന രീതിയാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അത് കണ്ടെത്തുന്ന രീതി പറയാം. ഒന്നാമത് നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഇതിന് ചെയ്യുന്നത്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യുന്നത് എങ്ങനെയാണ്? കണ്ടോ, കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം പാർട്ടിക്കുലർ കോളത്തിൽ ഒന്നാമത്തെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂട്ടി ആ ഒരു വർഷം നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള സബ്സ്ക്രിപ്ഷനെ നമ്മൾ ഇവിടെ കാണിക്കുന്നു. ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ പഠിക്കുക. നമുക്ക് 2 കാര്യങ്ങൾ പ്ലസ് ചെയ്യാനും 2 കാര്യങ്ങൾ മൈനസ് ചെയ്യാനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ഒന്ന് കറണ്ട് ഇയറിൻ്റെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രീവിയസ് ഇയറിൻ്റെ ഒരു കേസ് ആയിരിക്കും. മീൻസ് പ്ലസ് ചെയ്യാനുള്ള ഒരു കേസ് 2 കേസ് പ്ലസ് ചെയ്യാനുണ്ടായിരിക്കും പറഞ്ഞു കഴിഞ്ഞു. സോ നമ്മൾ പ്ലസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കേസ് എന്താണ്?
കറണ്ട് ഇയർത്തായിരിക്കും, ഒരു കേസ് പ്രീവിയസ് ഇയർത്തായിരിക്കും. അതുപോലെ തന്നെ മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേസ് കറണ്ട് ഇയർത്തായിരിക്കും, ഒരു കേസ് പ്രീവിയസ് ഇയർത്തായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ മനസ്സിലാക്കി വെക്കുക. സോ നമ്മൾ കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും ആ ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കും. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്ലസ് ചെയ്യേണ്ടത് ആ സാധനത്തിനോട് എന്നുള്ളത്. സോ ഇവിടെ കണ്ടോ, ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ വർഷം കിട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ടിന് നമ്മൾ ആദ്യം ഇവിടെ കാണിക്കും. ശേഷം അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, ആ ഒരു വർഷം നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നമുക്ക് കിട്ടാനുള്ള ആ എമൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് ആയിട്ട് കാണിക്കും. നമുക്ക് കിട്ടാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ് ആണ്, അത് നമ്മൾ ഓൾറെഡി കിട്ടിയിട്ടുള്ള സബ്സ്ക്രിപ്ഷനോട് കൂട്ടിയിട്ടാണ് കാണിക്കുക, പ്ലസ് ചെയ്ത് കാണിക്കുന്നു. ഇനി മൈനസ് ചെയ്ത് കാണിക്കുന്നത് എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് അല്ലെ, തുടക്കത്തിൽ കിട്ടാനുള്ള എമൗണ്ട് നമ്മൾ കുറച്ചും കാണിക്കും. അതെന്തുകൊണ്ടാണ് കുറച്ച് കാണിക്കാൻ കാരണം, വർഷത്തിന്റെ തുടക്കമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടാനുള്ള എമൗണ്ട് ആയിരിക്കും അല്ലെ. വർഷത്തിന്റെ തുടക്കമാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം കിട്ടാനുള്ള എമൗണ്ട് ആണ്, അത് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ആണ്, നമുക്ക് ഈ വർഷത്തിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മൈനസ് ചെയ്ത് കാണിക്കുന്നത്. നെക്സ്റ്റ്, അഡ്വാൻസ് റിസീവ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, തുടക്കത്തിൽ അല്ലെ, ബിഗിനിങ് ഓഫ് ദി ഇയറിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നത് മീൻസ് കറണ്ട് ഇയർ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പ്രീവിയസ് ഇയർ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, അതായത് അഡ്വാൻസ് റിസീവ്ഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ഇയറിന്റെ തുടക്കത്തിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ലഭിച്ചിട്ടുള്ള എമൗണ്ട് നമ്മളത് ആഡ് ചെയ്ത് കാണിക്കണം. കാരണം അത് നമുക്ക് കഴിഞ്ഞ വർഷം ഈ വർഷത്തേക്ക് വേണ്ടിയിട്ട് അടച്ചിട്ടുള്ള എമൗണ്ട് ആണ്. നെക്സ്റ്റ്, മൈനസ് അഡ്വാൻസ് റിസീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, ഈ വർഷം അവസാനം നമ്മൾ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന വർഷത്തിലെ അവസാന ഡേറ്റിൽ നമുക്ക് വന്നിട്ടുള്ള അഡ്വാൻസ് റിസീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ് വന്നിട്ടുള്ള ആ ഒരു അഡ്വാൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം അങ്ങനെ ആ ഒരു കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ എന്ത് കാണിക്കുന്നത്, നമ്മൾ സബ്സ്ക്രിപ്ഷൻ ടു ബി ഷോൺ ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ട സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത് എന്നുള്ളതാണ്. സോ നമുക്ക് ഏതായാലും ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യം ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഏതായാലും ഒന്നുകൂടി പറയുകയാണ്, നമുക്ക് എന്താണ് രണ്ട് കാര്യങ്ങൾ പ്ലസ് ആണ്, രണ്ട് കാര്യങ്ങൾ മൈനസ് ആണ്. ഒന്ന് നമുക്ക് രണ്ടെണ്ണം നമുക്ക് എന്താണ് കറണ്ട് ഇയർ ആണ്, ഒന്ന് പ്ലസ് തന്നെ ഒന്ന് കറണ്ട് ഇയർ ആണെങ്കിൽ ഒന്ന് പ്രീവിയസ് ഇയർ ആണ്, മൈനസിലാണ് ഒന്ന് കറണ്ട് ഇയർ ആണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് പ്രീവിയസ് ഇയർ ആണ്. ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലം നോക്കാം. സോ ഒന്നാമത്തെ ഓക്കെ, ആസ് പെർ ദ റെസിപ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് മാർച്ച് 31 2017. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട കാര്യം ഇതിൽ ഇയർ എൻഡ് ഏതാണ് നോക്കണം അല്ലെ. മാർച്ച് 2017 ആണ്. കാരണം നമ്മളിവിടെ പ്രീവിയസ് ഇയർ കറണ്ട് ഇയറിന്റെ കാര്യങ്ങൾ അങ്ങോട്ടും പറയുന്നുണ്ട്, നമ്മൾ ആ ഒരു കാര്യം കൃത്യമാണ് ശ്രദ്ധിച്ചിരിക്കണം. സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ₹2,50,000 2,50,000 ആണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുള്ളത്. ഇനി ഒന്നാമത്തെ കാര്യം കണ്ടോ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1/4/2016. സബ്സ്ക്രിപ്ഷൻ എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടാനുണ്ട്. ഡേറ്റ് ഏതാണ്, 1/4/2016. അത് നമ്മളുടെ ക്ലോസിംഗ് ഡേറ്റ് ആണോ ഓപ്പണിംഗ് ഡേറ്റ് ആണോ? 1/4/2016 എന്ന് പറയുന്നത് നമ്മളുടെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. ക്ലോസിംഗ് ഡേറ്റ് ആണ് നമ്മളുടെ ആ ഒരു 1/4/2016 എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ മീൻസ് നമ്മൾ എന്താണ് കറണ്ട് ഈ ഒരു ഓപ്പണിംഗ് ആണ് അല്ലെ, ഓപ്പണിംഗ് ഡേറ്റിൽ വരുന്നതാണ്. ഓപ്പണിംഗ് ഡേറ്റിൽ വരുന്ന നമ്മൾ എന്താ ചെയ്യാറുള്ളത്, നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ നമ്മൾ അതിനെ മൈനസ് ചെയ്ത് കളയാണ് ചെയ്യാറുള്ളത് അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ അല്ലേ. നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞു, നമ്മൾ ഇവനെ മൈനസ് ചെയ്യാനുള്ളതാണ് എന്നുള്ളത് അല്ലേ. നെക്സ്റ്റ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31/3/2017. നമ്മൾ പറഞ്ഞു ഇതെന്താണ്, ഇവിടെ ഡേറ്റ് എന്താണ്, ക്ലോസിംഗ് ഡേറ്റ് ആണ് അല്ലേ. 31 മാർച്ച് 2017 എത്രയാണ്, 35,000 രൂപ. അപ്പൊ അതെന്തായിരിക്കും, ഈ വർഷത്തിലെ അവസാനത്തിലെ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സോ കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് ആണ് എന്ത് പറയുന്നത്, നമുക്കിവിടെ 35,000 ഉള്ളത്. നമ്മൾ കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് ഉദ്ദേശിച്ചത് എന്താ, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. എൻഡ് ഓഫ് ദി ഇയറിലെ സബ്സ്ക്രിപ്ഷൻസ് ആണ്. സോ അത് എത്രയാണ് എമൗണ്ട് വരുന്നത്, നമുക്ക് 35,000 ആണ്. അത് നമ്മളിവിടെ എന്താ ചെയ്യാറുള്ളത്, നമ്മൾ പ്ലസ് ആയിട്ടാണ് കാണിക്കാറുള്ളത്, നമ്മൾ പ്ലസ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 1/4/2016. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് ഓൺ, നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട്. ഇനി അഡ്വാൻസ് ആസ് ഓൺ 1/4/2016 നമുക്ക് ഈ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. സോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് കഴിഞ്ഞ വർഷം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ആ സാധനം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വർഷം സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, നമുക്ക് അക്കൗണ്ട്സിൽ കാണിക്കേണ്ട സാധനമാണ് അർത്ഥം. സോ ഇതെന്ത് ചെയ്യാനായിരിക്കും, ഇത് നമുക്ക് പ്ലസ് ചെയ്യാനാണ്. നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ, അഡ്വാൻസ് റിസീവ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ അല്ലേ. അത് നമ്മൾ എന്താണ് പ്ലസ് ആണ് ചെയ്യാറുള്ളത്.
അതന്നെയല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളത് കണ്ടോ, അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, റൈറ്റ്. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, ഓക്കെ അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഫോർത്ത് ഇവിടെ ഒരു ഇത് ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 31st March 2017. നമുക്ക് ഈ വർഷം അവസാനം നമ്മൾ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന വർഷം അവസാനം നമുക്ക് എന്ത് ചെയ്ത് കുറച്ച് അഡ്വാൻസ് കിട്ടി കഴിഞ്ഞു. സബ്സ്ക്രിപ്ഷൻ അടുത്ത വർഷത്തോട്ടുള്ള അഡ്വാൻസ് ആണ്. അഡ്വാൻസ് നമ്മൾ എന്തിനാണ് കൊടുക്കാറുള്ളത്? നമുക്ക് ഈ വർഷമല്ല, നമുക്ക് ഇതിന്റെ മുൻപോട്ട് വരുന്ന വർഷങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വാൻസസ് നമ്മൾ കൊടുക്കാറുള്ളത്. സോ ആ അഡ്വാൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ നേരത്തെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ അത് തന്നെ 30,000 രൂപയാണ്. സോ ഈ ഒരു എമൗണ്ട് നമ്മൾ എങ്ങനെയായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക, നമ്മൾ ഇത് മൈനസ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിന് നമ്മൾ ആ ഒരു ഫോർമാറ്റിലോട്ട് എഴുതിയിട്ട് നമ്മൾ ഈ 2,50,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 50,000 അതുപോലെ തന്നെ ഈ ഒരു 25,000 നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം അതിലോട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ആദ്യം പ്ലസ് ചെയ്യുന്നതിന് 2 ഇത്, അല്ലാണ്ട് ആദ്യം 2 ഒരുമിച്ച് മൈനസ് ചെയ്യുക, പിന്നെ 2 പ്ലസ് ചെയ്യുക. 2 ഒരുമിച്ച് ചെയ്താൽ മതി. ഓക്കെ, അത് ഏതും നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സോറി ഇതല്ല കേട്ടോ പ്ലസ് ചെയ്യാനുള്ളത്, മാർക്ക് ചെയ്ത് കൊടുത്ത് മതിയതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമുക്ക് പ്ലസ് ചെയ്യാറുള്ളത്. ശേഷം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ മൈനസ് ചെയ്യണു, അതിനുശേഷം ഈ ഒരു അമൗണ്ടിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. ആ ഒരു സമയത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അമൗണ്ടാണ് എന്ത്, നമ്മളുടെ ആ ഒരു വർഷം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, 4 മാർക്കാണ് ഇതിനുണ്ടായിരിക്കുക. ഇനി അതും പോട്ടെ, നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ വരികയാണ്. essay ക്വസ്റ്റ്യൻ നമുക്ക് NPO എന്ന് വളരെ ചുരുക്കമാണ് വരാറുള്ളത്. ഇപ്പോൾ നമ്മൾ സിലബസ് മാറിയതിന് ശേഷം നമുക്ക് ചുരുക്കമാണ് NPO എന്നൊക്കെ essay ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് എന്തായാലും സബ്സ്ക്രിപ്ഷൻ്റെ ഒരു സംഭവങ്ങൾ ചെയ്യാണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കാരണം ആ സബ്സ്ക്രിപ്ഷൻ ക്ലിയർ ആയാലാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പൊതുവായിട്ട് ചോദിക്കാറുള്ള എന്താണ്, ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഉണ്ടാവുക. അതായത് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എത്രയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കുക. സോ അതാണ് നമ്മളിവിടെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ കണ്ടോ എങ്ങനെയാണ്, ഫസ്റ്റ് നമ്മൾ 2,50,000 എന്ന് പറയുന്ന അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം 2 ആഡ് ചെയ്യുന്നു അല്ലേ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31/3/2017 നമ്മൾ എന്താണ് 35,000 അതുപോലെ തന്നെ ആഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1/4/2016 എന്താണ് 35,000 കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് എന്ത്, 3,10,000. ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1/4/2016 കറണ്ട് ഈ ഒരു പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ, പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു 50,000. നെക്സ്റ്റ് ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 31st March 2017. 2017 സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുള്ളത് മീൻസ് അഥവാ കറണ്ട് ഇയറിലെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അപ്പോൾ അതെന്താണ്, അത് നമ്മൾ മൈനസ് ചെയ്യുന്നു. സോ അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന ബാലൻസ് ഫിഗർ ആണ് എന്ത്, 2,30,000. ഇതാണ് നമ്മൾ എന്തിൽ കാണിക്കുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ്റെ കൃത്യമായിട്ടുള്ള എമൗണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് കിടക്കാം. ഇനി നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കാൻ പോവാണ്. സോ എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു NPO എന്ന് പറയുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ക്യാഷ് അക്കൗണ്ടിന്റെ രൂപത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് അല്ലേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കുള്ള എല്ലാവിധ ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെന്റുകളും നമ്മൾ രേഖപ്പെടുത്തുന്ന ഒരു അക്കൗണ്ട് കൂടിയാണ് ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഉള്ളത് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം എന്താണ്, നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇറ്റ് ബാങ്ക് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്, ഡൊണേഷൻസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ്, റെന്റ് പെയ്ഡ്, ജനറൽ എക്സ്പെൻസസ്, പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി, കൊറിയർ ചാർജസ്, സൺട്രി എക്സ്പെൻസസ്, ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്, ഇങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, നമുക്കിതിൽ ഇത്രേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നമ്മളിതിലെ എല്ലാവിധ റെസിപ്റ്റുകളെ നമ്മളൊരു സൈഡിലോട്ടാക്കുന്നു, എല്ലാവിധ പേയ്മെന്റുകളെ നമ്മൾ മറ്റൊരു സൈഡിലോട്ടാക്കുന്നു. അതിന് ജസ്റ്റ് വേർതിരിച്ച് ചെയ്തേണ്ട ഭാഗം മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്. ഇതൊക്കെ നമുക്ക് 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻസ് ചില മിസ് ചോദിക്കാറുണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് ഷുവർ ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, സോ നമുക്ക് ഏതായാലും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന്റെ ഫോർമാറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ T ഫോർമാറ്റ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അല്ലേ. ഫസ്റ്റ് നമ്മൾ റെസിപ്റ്റ് ആണ്, റെസിപ്റ്റ്സ്
ശേഷം പേയ്മെൻറ്റ്സ്. ഓക്കെ, അമൗണ്ട് കോളം. ഓക്കെ, സോ റെസിപ്റ്റ്, പേയ്മെൻറ്റ്, അതുപോലെ തന്നെ 2 അമൗണ്ട് കോളങ്ങളും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെയാണ് റെസിപ്റ്റുകൾ വരുന്നത്, ഏതൊക്കെയാണ് പേയ്മെൻറ്റുകൾ വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഒന്നാമത് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ റെസിപ്റ്റ് ആണല്ലേ. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ആയിട്ട് കാണിക്കാം. ഓപ്പണിംഗ് ബാലൻസിൽ വരുന്നതാണ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ എന്താണ്? നമ്മളുടെ റെസിപ്റ്റ് ആണ്. റെസിപ്റ്റ് അല്ലേ? കാരണം എന്താ? സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന അമൗണ്ട് ആണ്. സോ അത് നമ്മളുടെ റെസിപ്റ്റ് ആണ്. ഡൊണേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആളുകൾ നമ്മളുടെ സ്ഥാപനത്തിൽ മീൻസ് നമ്മളൊരു ചാരിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് രൂപത്തിൽ സംവിധാനങ്ങൾക്ക് അതിന് ഒരുപാട് ഡൊണേഷൻസ് കിട്ടും. ഇത് നമുക്ക് റെസിപ്റ്റ് ആണ് അല്ലേ. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ചെയ്താണ്. സോ ഇത് നമുക്ക് ചെലവാണ്. മീൻസ് അതെന്താണ്? ഇത് പേയ്മെന്റ്സ് ആണ്. നെക്സ്റ്റ് റെന്റ് പെയ്ഡ്, അതും നമ്മളുടെ പേയ്മെന്റ് ആണ് അല്ലേ. റെന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? പേയ്മെന്റ് ചെയ്തതാണ്. നമ്മളുടെ പേയ്മെന്റ് ആണ്. നെക്സ്റ്റ് ജനറൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മളുടെ പേയ്മെന്റ് ആണ് അല്ലെ, പേ ചെയ്തതാണ്. നെക്സ്റ്റ് പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി, അതും നമ്മളുടെ എക്സ്പെൻസ് മീൻസ് പേയ്മെന്റ് ആണ്. കൊറിയർ ചാർജസ്, അതും നമ്മളുടെ പേയ്മെന്റ് ആണ്. നെക്സ്റ്റ് സൺഡ്രി എക്സ്പെൻസസ്, അതും പേയ്മെന്റിൽ നമുക്ക് ഉൾപ്പെടുത്താം. അവസാനം ക്ലോസിംഗ് അഥവാ ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പൊ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീൻസ് ഇത് നമ്മളുടെ ക്ലോസിംഗ് ബാലൻസിലെ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് അപ്പൊ എന്തായിരിക്കും? നമ്മുടെ ക്ലോസിംഗ് ഹാൻഡിൽ നമ്മുടെ ക്യാഷ് അറ്റ് ബാങ്ക് എന്നുള്ള ഒരു സംവിധാനമായിരിക്കും നമുക്ക് ഇതിൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഇനി ചെയ്തു നോക്കാം. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. സോ ക്യാഷ് അറ്റ് ബാങ്കും സബ്സ്ക്രിപ്ഷനും അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ബാലൻസ്, അതിൽ നമുക്ക് എന്താണ്? ക്യാഷ് അറ്റ് ബാങ്ക് ക്യാഷ് ഇൻ ഹാൻഡ് ആണുള്ളത് അല്ലേ. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 25,000 ആണ് അല്ലേ. 25,000 ആണ്. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ. സബ്സ്ക്രിപ്ഷൻ 1,65,000. ഓക്കെ, 1,65,000. ഓക്കെ, 1,65,000 ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഡൊണേഷൻ ആണ്. ഡൊണേഷനും എന്താണ്? നമ്മളുടെ റെസിപ്റ്റിൽ വരുന്നതാണ് അല്ലേ. ഡൊണേഷൻ എത്രയാണുള്ളത്? ഡൊണേഷൻ എന്ന് പറയുന്നത് 35,000 ആണ് അല്ലേ. 35,000 ആണ്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ് നമ്മളുടെ പേയ്മെന്റ് ആണ്. സോ നമ്മൾ പേയ്മെന്റ് സൈഡിൽ എഴുതാം അല്ലേ. 18,000 അല്ലേ. ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞാൽ എത്ര? നമ്മുടെ 18,000 ആണ്. ശേഷം റെന്റ് പെയ്ഡ് അത് 20,000 ആണ് അല്ലേ. റെന്റ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ആണ്. ഓക്കെ, 20,000 ആണ്. നെക്സ്റ്റ് അത് നമ്മുടെ പേയ്മെന്റ് ആയിരുന്നു. പിന്നെ ജനറൽ എക്സ്പെൻസസ് ആണ്. ജനറൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് എത്രയാണ്? 21,500 ആണ് അല്ലേ. ജനറൽ എക്സ്പെൻസസ് 21,500. ഓക്കെ, ജനറൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 21,500 ആണ്. നെക്സ്റ്റ് പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി ആണ്. അത് 2,000 ആണ് നമുക്ക് വരുന്നത് അല്ലേ. പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി 2,000 നമുക്ക് പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറിയും നമുക്ക് വരുന്നുണ്ട്. പോസ്റ്റേജ് സ്റ്റേഷനറി നമുക്ക് 2,000 വരുന്നു. ശേഷം എന്താണ്? കൊറിയർ ചാർജസ് ആണ്. അത് നമുക്ക് എത്രയാണ്? 1,000 ആണ് നമുക്ക് കൊറിയർ ചാർജസ് വരുന്നത്. ഓക്കെ, കൊറിയർ ചാർജസ് 1,000 വരുന്നു. ശേഷം ഇനി എന്താണ് അവസാനമായിട്ടുള്ളത്? സൺട്രി എക്സ്പെൻസസ് ആണ് 2,500. സൺട്രി എക്സ്പെൻസസ് 2,500. സൺട്രി എക്സ്പെൻസസ് നമുക്ക് എന്ത് വരുന്നു? നമുക്ക് 2,500 എന്നുള്ള രൂപത്തിൽ നമുക്ക് വരുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക്
ഇതിന്റെ ക്ലോസിംഗ് ബാലൻസുകൾ എഴുതണം അല്ലേ. ക്ലോസിംഗ് ബാലൻസുകൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് 12,000 നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് 12,000 എന്ന് പറയാം. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ക്ലോസിംഗ് ബാലൻസ് എന്ന് അഥവാ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യപാടി എന്ത് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്, 12,500 ആണെന്ന് തോന്നുന്നു. 12,000 ആണുള്ളത് അല്ലേ, 12,000 ആണുള്ളത്. ഓക്കെ, 12,000 ആണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമുക്ക് കിട്ടുന്ന ബാലൻസ് ഫിഗർ ആയിരിക്കും എന്ത്, ക്യാഷ് അറ്റ് ബാങ്ക് അല്ലേ. കാരണം നമുക്കിതിൽ ക്യാഷിന്റെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, നമുക്കിതിൽ വരാനുണ്ടായിരിക്കുള്ളൂ. കാരണം എന്താ, നമ്മളുടെ എല്ലാ ഇതിൽ നമ്മൾ ക്യാഷ് വന്നതും പോയതും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്കിതിൽ ചെയ്യാനായിട്ടുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യൽ എങ്ങനെയാണ് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സൈഡിലുള്ള അമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മളുടെ ഡെബിറ്റ് സൈഡിലെ അമൗണ്ട് കോളം നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. എവിടെ ഏത് സൈഡാണ് കൂടുതലുള്ളത് അത് നമ്മൾ രണ്ട് സൈഡിലോട്ട് എടുത്ത് ചെയ്താണ്. ശേഷം കുറവുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മൈനസ് ചെയ്യുന്നു. സോ അവിടെ നമുക്ക് കിട്ടുന്ന അമൗണ്ട് നമ്മൾ അവിടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രോസസ് ആണ്. സോ നമുക്ക് ഏതാണ്, ഇനി നമുക്ക് ഇതിന്റെ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആൻസർ കീ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കണ്ടോ, നമ്മുടെ ബാലൻസ് ബി ബാഡി, നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് 5,000 എഴുതുന്നുണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു ആൻസർ കീ നമുക്ക് നോക്കാം. പക്ഷെ അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി ഏതെങ്കിലും എൻട്രീസ് നമ്മൾ എഴുതാൻ വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്യണം. റീചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ആൻസറിലോട്ട് പോകാം. നമുക്കപ്പോൾ എല്ലാം നോക്കാം. ക്യാഷ് അറ്റ് ബാങ്ക് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷന്, ഡൊണേഷന് എല്ലാം നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസസ്, പോസ്റ്റേജ്, സ്റ്റേഷനറി, കൊറിയർ ചാർജസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നമുക്ക് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അത് ഇതിൽ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല. എന്താണ് അത്, നമ്മളുടെ റെസിപ്റ്റ് ആണ്, നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലേ. സോ ഓപ്പണിംഗ് ബാലൻസ് ആണ്, നമുക്ക് അതും കൂടി എന്ത് ചെയ്യണം, നമ്മളിവിടെ കാണിക്കേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ജസ്റ്റ് ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ക്യാഷ് ഇൻ ഹാൻഡ്. ഓക്കെ, ഒരു 5,000 കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. സോ ഈ രൂപത്തിലാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, എന്താണ് നമ്മൾ എല്ലാം കംപ്ലീറ്റ് ആണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി പുറകിലോട്ട് പോയി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് റെഫർ ചെയ്യുക, ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ എൻട്രീസ് ഒക്കെ നമ്മൾ വിട്ടുപോകാൻ ചാൻസുകൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആൻസർക്ക് നമ്മൾ എടുക്കുകയാണ്. ആൻസർക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത പോലത്തെ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, സോ നമ്മൾ കണ്ടോ, ബാലൻസ് ബി ബാഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ 12,000 ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എല്ലാം ഈ സൈഡെല്ലാം ടോട്ടൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന അമൗണ്ട് എന്ന് പറയുന്നത് 2,30,000 ആണ്. അതുപോലെ തന്നെ ആ ഒരു അമൗണ്ട് നമ്മൾ നമ്മൾ ഡെബിറ്റ് അമൗണ്ട് കോളം നമ്മൾ ഫുൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,30,000 കിട്ടും. അത് നമ്മൾ ഇവിടേക്കും എടുത്ത് എഴുതുകയും ചെയ്യുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്കി വരുന്ന അമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ക്യാഷ് അറ്റ് ബാങ്ക് ആയിട്ട് നമ്മുടെ ബാലൻസ് ഫിഗർ ആയിട്ട് നമ്മൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്ക് ചെയ്യാനായിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ് എന്ത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടാണ്. സോ ഇതിലാണ് ഇതിന്റെ അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ്സുകളൊക്കെ വരുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഹെൽപ്സ് എയ്ഡ്സ് ടു സിസ്റ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഫോർ ദ ഇയർ എൻഡഡ് 31st December 2030. ഓക്കെ, നമ്മൾ 2030 അവരുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. ബാലൻസ് ബി ബാഡി ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, എൻട്രൻസ് ഫീസ് ഉണ്ട്, ഗവൺമെന്റ് ഗ്രാന്റ്, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, സാലറീസ് ഉണ്ട്, റെന്റ് ഉണ്ട്, പർച്ചേസ് ഓഫ് വാൻസ് ഉണ്ട്, എക്സ്പെൻസ് ഓഫ് മോട്ടോർ വാൻസ്, അതുപോലെ തന്നെ ലോണ്ടറി ചാർജസ്, ഡ്രഗ്സ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ്, പബ്ലിസിറ്റി എക്സ്പെൻസസ്, ബാലൻസ് സി ബാഡി അല്ലെ, ക്ലോസിംഗ് ബാലൻസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിനി ഇതിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ, നമ്മൾ സോൾ പ്രോപ്പർട്ടർഷിപ്സിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ ചെയ്ത പോലെ നമ്മൾ ഇതിൽ എന്തുകൂടി ചെയ്യാണ്ട് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും, അഥവാ അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകളാണ് നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത് എന്നുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അമൗണ്ട് ടു
1500. നമുക്ക് 1500 രൂപ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് അല്ലേ. നമുക്ക് സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഈ വർഷം കിട്ടാനുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനുണ്ട് ബട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, അതാണ് 600 എന്ന് പറയുന്നത്. നെക്സ്റ്റ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്. സാലറി നമ്മൾ കൊടുക്കാനുണ്ട് ബട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ കൊടുത്തിട്ടില്ല അല്ലേ, അതും അവിടെ കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഓൺ മോട്ടോർ വാൻ അറ്റ് 20% അല്ലേ. നമ്മുടെ കയ്യിലൊരു വാൻ ഉണ്ട്, അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. എത്ര % ആണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുള്ളത്? 20% ആണ്. ഇനി നമ്മൾ പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ഇതിലൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമത്തെ കാര്യം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 1500 ആണ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വർഷം കിട്ടാനുള്ള എമൗണ്ട് ആണ്, നമുക്കത് കിട്ടിയിട്ടില്ല അല്ലേ. സോ അത്ര എമൗണ്ടുകൾ നമ്മൾ പൊതുവെ എന്താ ചെയ്യാറുള്ളത്, നമ്മൾ ആഡ് ചെയ്തിട്ടല്ലേ കാണിക്കാറുള്ളത്. നമ്മൾ നേരത്തെ സബ്സ്ക്രിപ്ഷന്റെ കേസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഈ ഒരു വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആഡ് ചെയ്തിട്ടാണ് കാണിക്കാറുള്ളത്. സോ അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കുക. ഇവിടെ കണ്ടോ സബ്സ്ക്രിപ്ഷൻ 7800 എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അവിടെ എത്രയാണോ എത്രയാണോ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് അത് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് കാണിക്കണം. ഒന്നാമത്തെ എഫക്റ്റ് അതാണ്. സെക്കൻഡ് എഫക്റ്റ് വരുന്ന എവിടെയായിരിക്കും, നമ്മുടെ ബാലൻസ് ഷീറ്റിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനായിട്ടുണ്ട് ബട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതും നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതും ഇവിടെ നിന്ന് ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമുക്ക് 2400 കിട്ടിയിട്ടുണ്ട് ഇൻട്രസ്റ്റ്, ബട്ട് നമുക്ക് 600 കൂടെ കിട്ടാനുണ്ട് ബട്ട് അത് കിട്ടിയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് റിസീവിൻ്റെ കൂടെ ആ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ പ്ലസ് ചെയ്തിട്ട് കാണിക്കണം. അഥവാ 2400 രൂപയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ 600 രൂപ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് കാണിക്കണം. ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നോക്കാം അല്ലേ. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ₹1200. എന്താണ് സാലറി, എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അഥവാ നമ്മൾ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് നമ്മൾ കൊടുക്കാനുണ്ട്, നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടില്ല. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് ഈ ഒരു വർഷം നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ള ചിലവുകൾ ഉള്ളതാണ്. സോ നമുക്കിവിടെ എത്രയാണോ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ഉള്ളത് അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സാലറീസ് 12,000 അതിന്റെ കൂടെ നമ്മൾ പ്ലസ് ആ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് കൂടി നമ്മൾ പ്ലസ് ചെയ്തിട്ട് കാണിക്കണം. അതായത് 12,000 കൂടെ നമ്മൾ എന്ത് ചെയ്യണം, 1200 കൂടെ നമ്മൾ പ്ലസ് ചെയ്തിട്ട് കാണിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഓൺ മോട്ടോർ വാൻ അറ്റ് 20%. 20% നമ്മൾ എന്ത് ചെയ്യണം, മോട്ടോർ വാനിന്റെ ആ ഒരു ടോട്ടൽ എമൗണ്ടിന്റെ 20% നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് കാണിക്കണം. സോ മോട്ടോർ വാനിന് ഇവിടെ എത്രയാണ് ചെലവ് വന്നിട്ടുള്ളത്, മോട്ടോർ വാനിന് നമുക്ക് വന്നിട്ടുള്ളത് 28,000 രൂപയാണ്. സോ 28,000 രൂപയുടെ 20% നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കാണേണ്ടത്. സോ 28,000 രൂപയുടെ 20% എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് ചെയ്തു നോക്കാം. 28,000 അല്ലേ, 28,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100. ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കാണുക അല്ലേ. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്രോസ് ചെയ്ത് കളയാം അല്ലേ. 2 0യും ഈ 2 0യും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്തു. ശേഷം നമുക്ക് ഇവിടെ ഉള്ള എത്രയാണ്, 280 ഇൻറ്റു 20. സോ നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ്, 280 10 into 280 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2800. സോ 2800 plus 2800 നമുക്ക് എത്ര വരുന്നത്, 5600. ഇതാണ് നമ്മളുടെ അവരുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു എമൗണ്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കാണിക്കണം. നേരെ ഇനി ഈ ഒരു വാന് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ എമൗണ്ട് മൈനസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു കാര്യം കൂടി നമ്മൾ അതിൽ കാണിക്കേണ്ടതായിട്ട് വരും. ഏത് എമൗണ്ട്, നമ്മളുടെ ഒരു ഡിപ്രീസിയേറ്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നമ്മൾ നോർമൽ സോൾ പ്രൊപ്പോർട്ടർഷിപ്പിൽ ചെയ്യുന്ന അതേപോലെ തന്നെ ആ പ്രോസസ് തന്നെയാണ് ഇവിടെയും വരിക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തിൽ ഏതൊക്കെ ഭാഗത്ത് വരുന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഇൻകം സൈഡിൽ നമുക്ക് എന്തൊക്കെ വരും, നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് വരും, എൻട്രൻസ് ഫീസ് വരും. ഇവിടെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മൾ കാണുമ്പോൾ ഫീസ് എന്ന് കാണുമ്പോൾ നമ്മൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് എഴുതരുത്. ഇവിടെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് നമ്മളൊരു ക്ലബ്ബോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻട്രൻസ് ഫീസ് വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് ഫീസ് എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് സ്വീകരിക്കുക അല്ലെ, കയറുക. അപ്പോൾ അത് നമ്മളുടെ ഇൻകം ആണ്. ഗവൺമെന്റ് ഗ്രാൻഡ് നമ്മളുടെ ഇൻകം ആണ്. ഓക്കെ, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട് ഇതെന്താണ്, ബിൽഡിംഗ് സ്പെസിഫിക് ഡൊണേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതിൽ കാണിക്കൂല. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് അത് നമ്മൾ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സാലറീസ് എന്താണ്, നമുക്ക് എക്സ്പെൻഡിച്ചർ ആണ്, റെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. പർച്ചേസ് ഓഫ് വാൻസ് നമ്മൾ ഇതിൽ കാണിക്കൂല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ കാണിക്കൂല, നമ്മളത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. എക്സ്പെൻസസ് ഓഫ് മോട്ടോർ വാൻസ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കൊണ്ട് കാണിക്കുന്നുണ്ട്. എക്സ്പെൻഡിച്ചർ ആയിട്ട് ലോണ്ടറി ചാർജസ്, ഡ്രഗ്സ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ് അത് കാണിക്കുന്നുണ്ട്. പബ്ലിസിറ്റി എക്സ്പെൻസസ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിതിൽ കാണിക്കുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒന്ന് നോക്കാം.
ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമുക്ക് ഇതാണ് നമ്മളുടെ ഇതിന്റെ ആൻസർ വരുന്നത്. കണ്ടോ, സാലറീസിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 1,200 ആഡ് ചെയ്തിട്ട് 13,200 കാണിച്ചു. ശേഷം നമ്മൾ റെന്റിന്റെ ഭാഗം നമ്മൾ റെന്റ് കാണിച്ചിട്ടുണ്ട്. എക്സ്പെൻസ് ഓഫ് മോട്ടോർ വാൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ കാണിക്കുന്നു. പിന്നെ ടെക്സ് ആൻഡ് ഇൻസിഡന്റൽ ചാർജ് അത് കാണിച്ചിട്ടുണ്ട്. പബ്ലിസിറ്റി എക്സ്പെൻസസ് അത് നമ്മൾ കാണിക്കുന്നു. ഡിപ്രീസിയേഷൻ ഓൺ മോട്ടോർ വാൻസ് എത്രയാണ്, 5,600. അത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അത് നമ്മൾ കാണിക്കുന്നു. ശേഷം കണ്ടോ, സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഇൻകം സൈഡിൽ സബ്സ്ക്രിപ്ഷൻ കാണിക്കുന്നു. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് amount എന്ത് ചെയ്യുന്നു, നമ്മൾ ആഡ് ചെയ്തിട്ട് കാണിക്കുന്നു, 9,300. നെക്സ്റ്റ് എൻട്രൻസ് ഫീസ് ആണ്, അത് നമ്മൾ ഇവിടെ ഇൻകം സൈഡിൽ കാണിക്കുന്നു. ഗവൺമെന്റ് ഗ്രാന്റ് അല്ലേ, 30,000 ഗവൺമെന്റ് ഗ്രാന്റ് നമ്മൾ എന്ത് ചെയ്ത് 30,000 കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് 2,400 അല്ലേ. 2,400 മാത്രമല്ല, എന്തുണ്ട് അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് അക്രൂഡ് അല്ലേ, നമുക്ക് കിട്ടാനായിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ ടോട്ടൽ എമൗണ്ട് നമ്മൾ കാണിക്കുന്നത്. നെക്സ്റ്റ് ഓക്കെ, ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിത് ബാലൻസ് ചെയ്യാണ്. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ കിട്ടുന്നത്, നമുക്കിവിടെ എക്സ്പെൻഡിച്ചർ സൈഡാണ് നമുക്ക് കൂടുതൽ. അതാണ് ഇവിടെ നമ്മുടെ ബാലൻസ് വരാൻ കാരണം. എക്സ്പെൻഡിച്ചർ ഇൻകത്തിനെക്കാട്ടിലും നമുക്ക് ചെലവ് കൂടുതലാണ്. സോ അത്തരം സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡെഫിസിറ്റ് അല്ലെ. ഡെഫിസിറ്റ് നമ്മൾ സർപ്ലസ് ഡെഫിസിറ്റ് എന്നാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കിട്ടുന്ന ബാലൻസിനെ നമ്മൾ വിളിക്കുന്നത് സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ്. അതിന് സർപ്ലസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ഫണ്ടുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ആഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഡെഫിസിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, നമ്മൾ ഇതിനെ കാണിക്കുന്നുണ്ടായിരിക്കുക. സോ ഇതാണ് ഇത് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ 50,000 കിട്ടുന്നു. അവസാനം നമുക്ക് 7,100 നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് ഡെഫിസിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് നമ്മൾ നോർമലി ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. കൂടുതൽ അതിൻ്റേതായിട്ടുള്ള പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. പിന്നെ വരുന്നൊരു ചെറിയൊരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റുകൾ തയ്യാറാക്കാനുണ്ടായിരിക്കും. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമുക്ക് ചില കേസുകളാണ് വരുന്നത്. ആ കേസുകൾ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കില്ല, ക്യാപിറ്റൽ ഫണ്ടുകൾ. സോ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, പക്ഷെ അവർ എന്ത് തന്നിട്ടുണ്ടാവും, എല്ലാ ഒരുവിധം വസ്തുക്കളുടെ അല്ലെങ്കിൽ ഒരുവിധ അസറ്റുകളുടെയും ഒരുവിധം ചെലവുകളൊക്കെ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഒരുവിധം വസ്തുക്കളൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അവർ തന്നിട്ടുണ്ടാവും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കണം. മീൻസ് പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മളുടെ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും കഴിഞ്ഞ വർഷത്തെ അവരുടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. ആ ഒരു കാര്യം അതിൽ ശ്രദ്ധിക്കുക. കാരണം ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആ ഒരു ഭാഗം കാണിക്കുമല്ലോ. പിന്നീട് അതിൽ പറയുന്നൊരു ഭാഗം, പിന്നെ ഇതിൽ ക്ലോസിംഗ് സ്റ്റോക്കോ ഓപ്പണിംഗ് സ്റ്റോക്കോ ആ ഭാഗങ്ങളൊന്നും നമുക്ക് അതിൽ വരുന്നില്ല താനും. ഓക്കെ, പിന്നെ ആ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൽ കിട്ടുന്ന ബാലൻസ് ഫിഗർ അല്ലേ, നമ്മൾ ബാലൻസ് ചെയ്തിട്ട് അതിൽ നമ്മൾ ബാലൻസ് ഫിഗർ കിട്ടുന്നത് നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് ആയിരിക്കും. നമ്മൾ എല്ലാവിധ അസറ്റുകളും അതുപോലെ തന്നെ എക്സ്പെൻസുകളും കാര്യങ്ങളെല്ലാം ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ രേഖപ്പെടുത്തിയിട്ട് അവസാനം നമുക്ക് കിട്ടുന്നത് ആ ഒരു എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് ആയിരിക്കും. ആ ക്യാപിറ്റൽ ഫണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വർഷത്തെ ക്യാപിറ്റൽ ഫണ്ടായിട്ട് നമ്മൾ ഈ വർഷത്തോട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഡെഫിസിറ്റ് ആണെങ്കിൽ അതിൻ്റെ അമൗണ്ട് കുറയ്ക്കുകയും സർപ്ലസ് ആണെന്നുണ്ടെങ്കിൽ ആ അമൗണ്ട് കൂട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് കാണിച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു 3 ചാപ്റ്ററുകളായിട്ട് നമുക്ക് ഈ ഒരു ഭാഗങ്ങളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മാർക്കുകൾ കവർ ചെയ്യുന്നൊരു ഭാഗം കൂടിയാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ. ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, നാറ്റമിയിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ പബ്ലിക് എക്സാം ആവാനിരിക്കുകയാണ്. സോ അതിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു മാസത്തിൽ എല്ലാ ദിവസവും രാത്രി 7 മണി മുതൽ 9 മണി വരെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് പുലർച്ചെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെ നാറ്റമി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.